ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രിക്ക് ആൻഡ് ടോക്ക്. ഇന്ന് നമുക്ക് ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താലേ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1 കിലോ ബസുമതി റൈസാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതൊരു 6 പേർക്ക് 2 നേരമൊക്കെ കഴിക്കാനായിട്ട് അത്യാവശ്യം ഉണ്ടാവും. നല്ല വലുപ്പമുള്ള അരിയാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് കഴുകിയിട്ട് കുതിർത്തി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞതിന് ശേഷം കുതിർത്തി വെച്ചു. അരമണിക്കൂറാണ് കേട്ടോ കുതിർത്തി വെച്ചത്. അതിന് ശേഷം കഴുകി വെള്ളം ഊറ്റിക്കളയാൻ വേണ്ടിയിട്ട് ഒരു കൊട്ടയിലിട്ട് വെച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് വെള്ളം വാർന്ന് പോകട്ടെ. കുതിർത്തിയിട്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അരി വെന്ത് കിട്ടും. ഇതേ സമയത്ത് ഞാനിവിടെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അരി വേവിക്കാനായിട്ട്. ഇതൊരു 3/4 കലത്തോളം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഈ വാറ്റി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഒരുപാടൊന്നും വേവേണ്ട ആവശ്യമില്ല. ഒരു 3/4 വേവ് മതിയാവും. അതായത് ഒരു 75-80% വെന്താൽ മതിയാവും. എന്നാലേ നമുക്ക് ചോറ് ഇങ്ങനെ വിട്ട് വിട്ട് കിട്ടുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ആകെ കുഴഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഈ റൈസ് ഓവർ കുക്ക്ഡ് ആവാതിരിക്കാൻ നോക്കുക. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂണ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒട്ടും ചേർക്കരുത് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്തത്. വെളിച്ചെണ്ണ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. നമ്മളിതിൻ്റെ വേവടിക്കൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ദേ ഇവിടെ ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ വെന്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ വെന്തിട്ടുണ്ട്. എന്നാൽ ഒരുപാട് വേവും ആയി പോവരുത്. അങ്ങനത്തെ ഒരു പരിവായിരിക്കണം. ഇനി ഈ ചോറ് ഊറ്റിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ ചൂടാറ്റാനായിട്ട് ഒരു പരന്ന പാത്രത്തിലിട്ട് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുക്കുക. ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ തലേന്ന് തന്നെ റൈസ് വേവിച്ച് ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ എളുപ്പം. ഞാനിവിടെ ഉരുളിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കാം. ഈ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്ന ആദ്യത്തെ ഭാഗം കുറച്ച് കട്ടായി പോയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. ഓയിലാണ് ഞാനിവിടെ ചേർത്തത്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. അതിലേക്ക് ഒരു ക്യാരറ്റ്, 3-4 ബീൻസ്, പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഒരു സവാള, സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ. അപ്പോൾ ഇത്രയും ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതിന് ശേഷം ഒന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ്. ഒരു ക്യാബേജിൻ്റെ ഒരു 1/4 ഭാഗം മതിയാവും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിക്കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ വാട്ടേണ്ടത്. അടി പിടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ക്രിസ്പി ആയി പോകേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഒരെണ്ണം ചേർത്ത് കൊടുക്കാം. പച്ച മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. മഞ്ഞയോ റെഡൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി റൈസ് വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുള്ളതാണ്. ഈ വെജിറ്റബിൾസിന് ഉപ്പ് കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർക്കുന്നത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഒന്ന് മൂടി വെച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടി. ഇനി കുറച്ച് സ്ലോ ഫ്ലെയിമിലാക്കാം. അതിന് ശേഷം നമുക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ സ്പൂൺ 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു മൂടി വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് നമുക്ക് വേണമെങ്കിൽ സോയാ സോസ് പോരാന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് റൈസ് ഇട്ട് കൊടുക്കാതെ കുറച്ച് മാത്രം ആദ്യം ചേർത്ത് വെജിറ്റബിൾസൊക്കെ എല്ലാ ഭാഗത്തും എത്തി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ബാക്കി റൈസ് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പം ഇളക്കാനായിട്ടും പറ്റും. എല്ലാ ഭാഗത്തേക്ക് ആ വെജിറ്റബിൾസ് എത്തുകയും ചെയ്യും. പിന്നെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടി പൊട്ടി വരുന്ന സൗണ്ട് കേൾക്കാം. നോൺ സ്റ്റിക്ക് പാത്രമാകുമ്പോൾ ഒട്ടും അടി പിടിക്കില്ല. ഇതൊന്നും അടി പിടിക്കാതെ ഇളക്കാനായിട്ട് ശ്രദ്ധിക്കണം. ബാക്കി റൈസ് കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സോയാ സോസ് പോരെങ്കിൽ നമുക്ക് 1 സ്പൂൺ കൂടെ ഇവിടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. സോയാ സോസ് ഒരുപാടായി കഴിഞ്ഞാൽ അതിന് കയ്പ്പ് വരും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് വെജിറ്റബിൾസൊക്കെ എല്ലാ ഭാഗത്തും എത്തിച്ചേർന്നിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ്റെ മുകളിലത്തെ ആ പച്ച ഭാഗം ചെറുതായിട്ട് നുറുക്കിയിട്ട് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർക്കാഞ്ഞത്. അങ്ങനെ നമ്മൾ അടിപൊളി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൈസൊക്കെ നല്ല പാകത്തിനാണ് കേട്ടോ വെന്തിരിക്കുന്നത്. റൈസ് ഒട്ടിപ്പിടിക്കാതെ കറക്റ്റ് പാകത്തിന് കിട്ടിയാലാണ് ഫ്രൈഡ് റൈസ് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.
അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.